നമസ്കാരം. എല്ലാവർക്കും പ്ലസ് വൺ ഫിസിക്സിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാന പോയിന്റ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദിസ് ചാപ്റ്റർ, ദെൻ പ്രഷർ, പാസ്കൽസ് ലോ, വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത്, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ആൻഡ് മെർക്കുറി ബാരോമീറ്റർ. ഇത്തരം പോയിന്റ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചിലാക്കിയ ഒരു കാര്യമായിരുന്നു എന്താണ് റിജിഡ് ബോഡി, അതേപോലെ എന്താണ് നോൺ റിജിഡ് ബോഡി. നമുക്കറിയാം റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഇഫ് യു അപ്ലൈ ഫോഴ്സ് ഇൻ ദിസ് വേ ടു എ റിജിഡ് ബോഡി, ഇഫ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഷേപ്പ് ഓർ ഇഫ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഷേപ്പ്, സച്ച് എ ബോഡി ഈസ് നോൺ ആസ് റിജിഡ് ബോഡി. അതായത് കാര്യമായിട്ട് അതിൻ്റെ ഷേപ്പിനോ സൈസിനോ ഒന്നും മാറ്റം വരാതെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ അത്തരം ബോഡീസിനെ നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയും. ഇനി നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ബോഡിയുടെ ഷേപ്പിന് അതേപോലെ അതിൻ്റെ സൈസിനൊക്കെ തന്നെ വ്യത്യാസം വരികയാണെങ്കിൽ അത്തരം ബോഡീസിനെ നമ്മൾ പറയുന്നത് ഇലാസ്റ്റിക് ബോഡി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോഡി എന്നുള്ളതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മനസ്സിലാക്കിയതാണ്. ഈ ഇലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോഡി നമുക്ക് ജനറലായിട്ട് പറയാം ദേ ആർ നോൺ റിജിഡ് ബോഡീസ്. അപ്പോൾ ബോഡീസിൻ്റെ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. either it is a rigid body or it is a non rigid body. ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിനായിട്ട് ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ്. എന്താണ് ഫ്ലൂയിഡ്സ്? നമുക്കറിയാം ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലിക്വിഡ്സ് ഓർ ഗ്യാസസ്. അതായത് ഫ്ലോ ചെയ്യാൻ കഴിവുള്ളതാണ് ഫ്ലൂയിഡ്സ്. അതായത് ലിക്വിഡ്സിനെയും ഗ്യാസിനെയും ഒന്നിച്ച് നമ്മൾ എന്ത് പറയും? ഫ്ലൂയിഡ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് ഫ്ലൂയിഡ്സ് ആർ ദോസ് വിച്ച് ക്യാൻ ഫ്ലോ. ഓക്കെ, ദെൻ ഈ ചാപ്റ്റർ നമ്മൾ ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്യാസിനെ കുറിച്ച് നമ്മൾ 13ാമത്തെ ചാപ്റ്ററിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന ചാപ്റ്ററിൽ വിശദമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സുകളെല്ലാം തന്നെ ഫ്ലൂയിഡ്സിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് 3 ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ദാറ്റ് ഈസ് സ്റ്റഡി അബൌട്ട് ദ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്. സെക്കൻഡ് ഈസ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ദാറ്റ് ഈസ് സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് ഇൻ മോഷൻ. ആൻഡ് തേർഡ് വൺ ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. That is, we will study the different properties of fluids like surface tension, viscosity, etc. Okay? ഇനി നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സോളിഡ്സ് അതേപോലെ ലിക്വിഡ്സ് ഒക്കെ ഗ്യാസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഫ് യു ഗിവ് എ പ്രഷർ ദർ ഇസ് എ സ്മോൾ ചേഞ്ച് ഇൻ വോളിയം ഫോർ സോളിഡ്സ് ആൻഡ് ഫോർ ലിക്വിഡ്സ്. അതായത് സോളിഡിൻ്റെ കേസും ലിക്വിഡിൻ്റെ കേസിലൊക്കെ നമ്മളൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് ഗ്യാസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. For solids or liquids, the change in volume due to change in pressure is rather small. ഇനി ഫ്ലൂയിഡ്സും സോളിഡ്സുമായുള്ള ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ, ഫ്ലൂയിഡ്സ് പറഞ്ഞാൽ നമുക്കറിയാം ലിക്വിഡ്സ് ഗ്യാസ് ചേർന്നാണ് ഫ്ലൂയിഡ്സ്. അപ്പോൾ ഫ്ലൂയിഡ്സിനെ സംബന്ധിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും അതിൻ്റെ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് 1 million times smaller than that of സോളിഡ്സ്. എന്ന് പറഞ്ഞാൽ സോളിഡ്സിനാണ് കാര്യമായിട്ട് ഷെയറിംഗ് സ്ട്രെസ് ഉള്ളൂ. ഫ്ലൂയിഡ്സിനെ സംബന്ധിച്ച് ലിക്വിഡ്സ് ആയാലും വേണ്ടില്ല, ഗ്യാസ് ആയാലും വേണ്ടില്ല, അതിൻ്റെ ഷെയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് സോളിഡ്സിൻ്റെ ഷെയറിംഗ് സ്ട്രെസ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ 1 million times സ്മോളർ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. സോ ഈ തരത്തിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറയാൻ കഴിയും. അടുത്ത ടോപ്പിക്കാണ് പ്രഷർ. എന്താണ് പ്രഷർ നമുക്ക് നോക്കാം. നമുക്ക് ഒരു ബീക്കറിനകത്ത് we are taking some liquid and we are immersing a solid body into it. ഒരു സോളിഡ് ബോഡി ഇതിനകത്ത് ഇമ്മേഴ്സ് വെച്ചിരിക്കുകയാണ്. ഇവിടെ സംഭവിക്കുന്നത് ഈ സോളിഡ് ബോഡിയുടെ എല്ലാ വശങ്ങളിലും ഒരു പെർപെൻഡിക്കുലർ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. ഈ ഭാഗത്തുനിന്നും എല്ലാ ഭാഗത്തുനിന്നും ഒരു പെർപെൻഡിക്കുലർ ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ പെർപെൻഡിക്കുലറായി ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ത്രസ്റ്റ്. പെർപെൻഡിക്കുലർ ഫോഴ്സിന് ആക്ട് ചെയ്യുന്ന പറയുന്ന ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ത്രസ്റ്റ്. പ്രഷർ എന്ന് പറഞ്ഞാൽ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ത്രസ്റ്റിന് പറയുന്ന പേരാണ് പ്രഷർ. സോ പ്രഷർ ഈസ് ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ, ദാറ്റ് ഈസ് എഫ് ബൈ എ. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോഴ്സ് തന്നെയെന്ന് അറിയാം, പെർപെൻഡിക്കുലർ ഫോഴ്സ് ആണ്. അപ്പോൾ എഫ് ഡിവൈഡഡ് ബൈ എ ഇസ് ദി ഏരിയ. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ പ്രഷർ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രഷറിൻ്റെ ഡയമെൻഷൻ ഫോർമുല കണ്ടെത്താം. എന്തായിരിക്കും? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല നമുക്കറിയാം, mL/2 ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡിവൈഡ് ബൈ ഏരിയയുടെ L². പഠിച്ചതാണ്. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? mL/-1 T⁻². So that is the dimensional formula of pressure. ഇനി എന്തായിരിക്കും ഇതിൻ്റെ
SI യൂണിറ്റ് നമുക്കറിയാം, ഫോഴ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയയുടെ SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ പ്രഷറിന്റെ SI യൂണിറ്റ് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നായിരിക്കും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സിമ്പിൾ ആയിട്ട് പാസ്കൽ. പാസ്കൽ ഡിനോട്ടഡ് ബൈ PA. സോ ദാറ്റ് ഈസ് പ്രഷർ. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിലുള്ള പ്രഷർ കണ്ടെത്തണമെന്ന് വിചാരിക്കാം. അതായത് ലിക്വിഡിലുള്ള ഒരു പോയിന്റ് ഇവിടെ എടുക്കുകയാണ്. ഈ പോയിന്റിലുള്ള പ്രഷർ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡിവൈസ് എടുക്കാം. ഈ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിസ്റ്റൺ, ഇവിടെ സ്പ്രിങ് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഡിവൈസിനെ എടുത്തിട്ട് ഇതിൽ ഇമ്മേഴ്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോയിന്റിനടുത്ത് ആയിട്ട് ഡിവൈസ് വയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ സ്പ്രിങ് ആണ്, ഇവിടെ പിസ്റ്റൺ ആണ്. ഇതിന്റെ മുകളിലുള്ള ലിക്വിഡ് ഇതിന്റെ മുകളിൽ പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഈ സ്പ്രിങ് ഇങ്ങോട്ട് കംപ്രസ് ചെയ്യും. അപ്പോൾ അതിനെതിരായിട്ട് റീസ്റ്റോറിംഗ് ഫോഴ്സ് സ്പ്രിങ്ങിൽ ഉണ്ടാവും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഹുക്സ് ലോ പ്രകാരം F = kx എന്നാണ്. X എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്പ്രിങ്ങിന് എന്താവുന്ന കംപ്രഷൻ ആണ്. നമുക്ക് X മെഷർ ചെയ്യാം. അതുപോലെ K എന്ന് പറഞ്ഞാൽ സ്പ്രിങ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ഫോഴ്സ് കണ്ടെത്താം. ഫോഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രഷർ = F/A എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലുള്ള പ്രഷർ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയും. ഇനി വേറെ പോയിന്റിൽ കണ്ടെത്തണമെങ്കിൽ ആ പോയിന്റിലേക്ക് ഈ ഡിവൈസ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് കണ്ടെത്താൻ കഴിയും. കാരണം ആ പോയിന്റിലാകുമ്പോൾ എക്സിന്റെ വാല്യൂ വ്യത്യാസം വരും. K കോൺസ്റ്റന്റ് ആയിരിക്കും സ്പ്രിങ്ങിനെ സംബന്ധിച്ച്, പക്ഷേ എക്സിൽ വ്യത്യാസം വരും. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൽ ഡിഫറൻ്റ് ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബൈ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് പ്രഷർ ആ പോയിന്റിൽ വ്യത്യസ്തമായിരിക്കും. അതായത് ഇവിടെ നിന്ന് ഈ താഴത്തേക്ക് ഒരു പോയിന്റിലേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കംപ്രഷന്റെ അളവ് കൂടുതലായിരിക്കും, എക്സ് കൂടുതലായിരിക്കും. എക്സ് കൂടുമ്പോൾ അവിടെ നിന്ന് ഫോഴ്സ് കൂടുതലായിരിക്കും. ഫോഴ്സ് കൂടുതലാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷറിന്റെ അളവ് കൂടുതലായിരിക്കും. അതായത് താഴത്തേക്ക് വരുന്ന പോയിന്റ് എടുക്കുന്ന സമയത്ത് ലിക്വിഡിൽ ഉണ്ടാകുന്ന പോയിന്റിന്റെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ലിക്വിഡിലുള്ള ആവറേജ് പ്രഷർ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ, അത് ഏത് പോയിന്റിലുള്ള ഒരു പ്രഷർ ഡിഫൈൻ ചെയ്യുന്നത് ആവറേജ് പ്രഷർ P average = നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ആവറേജ് പ്രഷർ P average. അടുത്തായിട്ട് എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് നോക്കാം. അറ്റ്മോസ്ഫിയർ പ്രഷർ പറഞ്ഞാൽ എന്താണ്? ദ പ്രഷർ എക്സേർട്ടഡ് ബൈ അറ്റ്മോസ്ഫിയർ. നമുക്ക് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷർ സാധാരണ ഇതിൽ മെഷർ ചെയ്യുന്നത് സീ ലെവലിൽ നിന്നാണ്, സമുദ്രനിരപ്പിൽ നിന്നാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു സീ ലെവലാണെങ്കിൽ സീ ലെവലിലുള്ള ഒരു ഏരിയ എടുത്തിരിക്കുകയാണ്. ആ ഏരിയയുടെ മുകളിലായിട്ട് നമുക്കറിയാം ഒരു എയർ കോളം ഉണ്ട്. മുകളിലായിട്ട് ഫുള്ളായിട്ട് എയർ ഇതൊക്കെയാണ്. ആ എയർ കോളം ഈ നമ്മൾ കൺസിഡർ ചെയ്ത ഏരിയയിലെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്രോസ് സെക്ഷൻ എടുത്തെങ്കിൽ ഈ ഭാഗത്ത് ഏരിയ എന്നുള്ളത് A എന്ന് എടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഏരിയ ക്രോസ് സെക്ഷൻ A ആണ്. ഈ ഒരു ഏരിയയുടെ മുകളിൽ വരുന്ന എയറിന്റെ മാസ് നമ്മൾ M എടുത്തിരിക്കുന്നു. അപ്പോൾ M മാസ് കൊണ്ട് ആ എയറിന്റെ താഴത്തേക്കുള്ള ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ് അറിയാം അല്ലെ, നമ്മൾ അതിനെ പറയുന്ന പേരാണ് വെയിറ്റ്. അതായത് M മാസ് താഴത്തേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് വെയിറ്റ്. ആ വെയിറ്റ് ആണ് mg. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ ഏരിയ ക്രോസ് സെക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രഷറിന്റെ ഇക്വേഷൻ അറിയാം. പ്രഷർ = F/A ആണ്. F എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാം mg/A. ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.013 × 10⁵ Newton per meter square എന്നാണ്. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവൽ. സീ ലെവലാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ മാക്സിമം വാല്യൂ. ആ വാല്യൂ എന്ന് പറയുന്നത് 1.013 × 10⁵ Newton per meter square അല്ലെങ്കിൽ 10⁵ പാസ്കൽ എന്ന് പറഞ്ഞു. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമ്മൾ പറഞ്ഞു, പാസ്കൽ എന്ന് പറഞ്ഞു. ഇനി 10⁵ Newton per meter square അല്ലെങ്കിൽ പാസ്കൽ നമ്മൾ പറയുന്ന പേരാണ് ബാർ. ബാർ എന്ന് പറയുന്ന പ്രഷറിന്റെ വേറെ ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 atmospheric pressure = 1.013 ബാർ. അതായത് നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷറിനെ റെപ്രസെന്റ് ചെയ്യാം. അടുത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഡെൻസിറ്റി. നമുക്കറിയാം ഡെൻസിറ്റി പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ടു വോളിയം. ദാറ്റ് ഈസ് ഡെൻസിറ്റി = മാസ് ബൈ വോളിയം m/v. അതിന്റെ SI യൂണിറ്റ് നമുക്ക് അറിയാം kg/m³ ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വാല്യൂ ഈസ് 10⁻³ kg/m³ or 1000 kg/m³ at 4 degree Celsius. 4 degree സെൽഷ്യസിലുള്ള വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 10⁻³ kg/m³ ആണ്. വേറൊരു ക്വാണ്ടിറ്റിയാണ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ബോഡി. ഏതൊരു ബോഡിയും റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടണമെങ്കിൽ that is obtained by the equation density of that body divided by density of the water. അതായത് ഏതൊരു ബോഡിയും റിലേറ്റീവ് ഡെൻസിറ്റി കാണണമെങ്കിൽ ആ ബോഡി ഡെൻസിറ്റി ഓഫ് വാട്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ബോഡി കിട്ടും. ഡെൻസിറ്റി ഓഫ് സിൽവർ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10.8 × 10⁻³ kg/m³ ആണെങ്കിൽ നമുക്ക് അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടെത്തണമെങ്കിൽ നമുക്കറിയാം എന്താണ് ഇക്വേഷൻ?
ഡെൻസിറ്റി ഓഫ് ദാറ്റ് ബോഡി ദാറ്റ് ഈസ് 10.8 into 10⁻³ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ആണ്, ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം 10³ ആണ്. ഈ 10³ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 10.8 ആയിരിക്കും. എന്തായിരിക്കും യൂണിറ്റ്? അതെച്ചാൽ അറിയാം, യൂണിറ്റിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി സംബന്ധിച്ച് യൂണിറ്റ് ഉണ്ടായിരിക്കില്ല. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സിൽവർ എന്ന് പറയുന്നത് 10.8 ആയിരിക്കും. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി 1നേക്കാൾ കുറവാണെങ്കിൽ, അതായത് ഇഫ് റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ 1, റിലേറ്റീവ് ഡെൻസിറ്റി 1നേക്കാൾ കുറവാണെന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ഡെൻസിറ്റി ഓഫ് ബോഡി കുറവായിരിക്കും. അപ്പോഴാണ് റിലേറ്റീവ് ഡെൻസിറ്റി ലെസ് ദാൻ 1 ആവുക. അത്തരത്തിലുള്ള കേസിൽ നമ്മൾ ഒരു ബോഡീനെ അത്തരത്തിലൊരു ബോഡി എടുത്തു കഴിഞ്ഞാൽ ലിക്വിഡിൽ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ബോഡി വിൽ ഫ്ലോട്ട്. അതായത് റിലേറ്റീവ് ഡെൻസിറ്റി ലെസ് ദാൻ 1 ആണ് വെച്ചാൽ ദ ബോഡി വിൽ ഫ്ലോട്ട്. റിലേറ്റീവ് ഡെൻസിറ്റി ഇസ് ഗ്രേറ്റർ ദാൻ 1, അതായത് റിലേറ്റീവ് ഡെൻസിറ്റി വാല്യൂ 1നേക്കാൾ കൂടുതലാണ് പറഞ്ഞാൽ അർത്ഥം ഈ റേഷ്യോ 1നേക്കാൾ കൂടുതലാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഡെൻസിറ്റി ഓഫ് വാട്ടറിനേക്കാൾ കൂടുതലായിരിക്കണം. ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഡെൻസിറ്റി ഓഫ് വാട്ടറിനേക്കാൾ കുറവായതുകൊണ്ടാണ് ഫ്ലോട്ട് ചെയ്തത്. ഇവിടെ ഡെൻസിറ്റി ഓഫ് ബോഡി ഡെൻസിറ്റി ഓഫ് വാട്ടറിനേക്കാൾ കൂടുതലാണെങ്കിൽ ദ ബോഡി വിൽ സിങ്ക്. അപ്പോൾ നമ്മളിവിടെ ലിക്വിഡ് സർഫസ് ഇങ്ങനെ എടുത്തിട്ട് ബോഡി വെച്ച് കഴിഞ്ഞാൽ ദിസ് ബോഡി വിൽ ഇമ്മേഴ്സ് ഓർ ഇറ്റ് വിൽ സിങ്ക് ലൈക്ക് ദിസ്. ഓക്കെ, സോ here the relative density is greater than 1, so the body will sink. Here the relative density is less than 1, so the body will float. So that about the density and relative density. അടുത്തതായിട്ട് നമുക്ക് പ്രഷറിൻ്റെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. 2 thigh bones, that is femurs, നമ്മുടെ തുടയുടെ എല്ലുകളാണ് thigh bone അല്ലെങ്കിൽ femurs എന്ന് പറയുന്നത്. Each of cross sectional area 10 cm² support upper part of human body of mass 40 kg. അതായത് ഫെമറിലായിട്ട് ഹ്യൂമൻ ബോഡിയുടെ അപ്പർ പാർട്ടിനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. 2 ഫെമറിന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ്റ്റിമേറ്റ് ദി ആവറേജ് പ്രഷർ സസ്റ്റൈൻഡ് ബൈ ദി ഫെമേഴ്സ്. ഈ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് 40 kg ആണ്. ഇത് 2 ഫെമറിലായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫെമറിൽ എക്സർട്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കുന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പ്രഷർ പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. നമുക്ക് 2 ഫെമറിൻ്റെയും ക്രോസ് സെക്ഷണൽ ഏരിയ ആദ്യം കണ്ടെത്തണം. ദാറ്റ് ഈസ് ദ ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഫെമേഴ്സ്. ഒരു ഫെമറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 10 cm² ആണ്. സോ 2 × 10 cm², ദാറ്റ് ഈസ് 2 × 10 × 10⁻⁴, കാരണം cm²നെ m² ആക്കണം. സോ 2 × 10⁻³ m² നമുക്ക് കിട്ടും. ഓക്കെ, ഇനി കണ്ടെത്തേണ്ടത് ഫോഴ്സ് ആണ്. 40 kg ആണ് ആ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയുടെ മാസ് എന്ന് പറയുമെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 40 kg വെയിറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 40 × നമുക്ക് ജി എന്നുള്ളത് നിയർലി 10 എടുക്കാം. സോ 40 × 10, ദാറ്റ് ഈസ് 400 Newton, ദാറ്റ് ഈസ് ദി ഫോഴ്സ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ 2 ഫെമറിലായിട്ട് ആണ് ആക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഫെമറിൽ ആക്ട് ചെയ്യപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ദാറ്റ് ഈസ് 400 ഡിവൈഡഡ് ബൈ 2 × 10⁻³ 400/2 ഇത് നമുക്ക് കിട്ടും 200 × 10⁻³ ദാറ്റ് ഈസ് 2 × 10⁵ Newton/m². സോ ദാറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ഓൺ 2 ഫെമേഴ്സ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാൻ. അടുത്ത ടോപ്പിക്കാണ് പാസ്കൽസ് ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രഷർ ഈസ് നോട്ട് എ വെക്ടർ ക്വാണ്ടിറ്റി. നമുക്കറിയാം വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റി സംബന്ധിച്ച് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ, ഒരു ഫിക്സഡ് ഡയറക്ഷൻ വേണം. പക്ഷേ പ്രഷർ എടുത്തു കഴിഞ്ഞാൽ പ്രഷർ ഹാസ് നോ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഇറ്റ് ഈസ് കൺസിഡേർഡ് എ സ്കേലർ ക്വാണ്ടിറ്റി. കാരണം നമ്മളിവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഇസ് ഡയറക്ഷൻ ഈസ് ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനും ഒരേപോലെ പ്രഷർ ആക്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് പ്രഷറെ നമുക്കൊരു വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് കൺസിഡേർഡ് എ സ്കേലർ. അതായത് ഇവിടെ ഒരു പോയിന്റിൽ 1 എന്നൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനും ഒരേപോലെ പ്രഷർ ആക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ അതേ ഹൈറ്റിലുള്ള വേറെ ഒരു അല്ലെങ്കിൽ അതേ ഡെപ്തിലുള്ള ഒരു പോയിന്റ് 3 എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ആക്ട് ചെയ്യപ്പെടുന്ന പ്രഷറും ഈക്വൽ തന്നെയായിരിക്കും. അതായത് പാസ്കൽസിലൂടെ സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എങ്ങനെയാണ്? പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ. അതായത് ഒരു പോയിന്റിൽ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാറ്റിക് പോയിന്റിന് അകത്തുള്ള ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ദിസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അതായത് ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നു, ആ പോയിന്റിൽ ആക്ട് ചെയ്യപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനും ഈക്വൽ ആണ്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പാസ്കൽസ് ലോ. നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് 1 എന്നുള്ളൊരു പോയിന്റ് എടുത്തു, അതുപോലെ 3 എന്നൊരു പോയിന്റ് എടുത്തു. നമുക്കറിയാം ഈ 1 എന്നുള്ള പോയിന്റിന്റെ മുകളിലുള്ള ലിക്വിഡിന്റെ എമൗണ്ട് ഇത്രയാണ്. അതേപോലെ 3 എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഉള്ള ലിക്വിഡിന്റെ എമൗണ്ട് സെയിം ആണ്. അപ്പോൾ ഈ 2 ഭാഗത്തും
ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുകൊണ്ട് ഈ 1 എന്നുള്ള പോയിന്റിലും 3 എന്നുള്ള പോയിന്റിലും ആക്ട് ചെയ്യപ്പെടുന്ന പ്രഷറിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. അതായത് നമുക്ക് എഴുതാം P1 ഈസ് ഈക്വൽ ടു P3 എന്ന് എഴുതാം. പക്ഷെ നമ്മൾ 2 എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ കാണാൻ കഴിയുക? നോക്കാം, ഇവിടെ ഉള്ള ലിക്വിഡിന്റെ അളവ് കൂടുതലാണ്, അതായത് മാസ് കൂടുതലാണ്. അതിന്റെ ഫലമായിട്ട് ഈ ലിക്വിഡിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് കൂടുതലാണ്. അപ്പോൾ അവിടുത്തെ പ്രഷറിന്റെ വാല്യൂ കൂടുതലായിരിക്കും, സ്വാഭാവികമായിട്ട് കൂടുതലായിരിക്കും. അതായത് ഇവിടുത്തെ P2ന്റെ വാല്യൂ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ആരേക്കാൾ കൂടുതലാണ്? P1നെയും P3നേക്കാൾ കൂടുതലാണ്. അതായത് P1 ഈക്വൽ ടു P3 ആണ് ഈ കേസിൽ, ആൻഡ് ദർ വാല്യൂ ഈസ് ലെസ് ദാൻ P2. സോ അതാണ് പാസ്കൽസിന്റെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഇഫ് ദേ ആർ അറ്റ് ദ സെയിം ഹൈറ്റ്. അതായത് ഇവിടെ 1 എന്നുള്ള പോയിന്റും 3 എന്നുള്ള പോയിന്റും ശരിക്കും കിടക്കുന്നത് ഒരേ ഹൈറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരേ ഡെപ്തിലാണ്. അപ്പോൾ ആ 2 പോയിന്റിലുള്ള പ്രഷർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിന്റെ പ്രഷർ എന്ന് പറയുന്നത് വിച്ച് ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ്. അങ്ങനെയുള്ള എല്ലാ പോയിന്റിലും പ്രഷർ സെയിം ആയിരിക്കും. കണ്ടീഷൻ എന്താണ്? ഇഫ് ദേ ആർ അറ്റ് ദി സെയിം ഹൈറ്റ്. ഒരേ ലെവലിൽ കിടക്കുന്ന ഫ്ലൂയിഡിനകത്തുള്ള എല്ലാ പോയിന്റുകളിലെയും പ്രഷർ സെയിം ആയിരിക്കും. അതാണ് പാസ്കൽസിലൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 തരത്തിലും പാസ്കൽസിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ കഴിഞ്ഞാൽ ആ പോയിന്റിൽ ആക്ട് ചെയ്യപ്പെടുന്ന പ്രഷറിന്റെ വാല്യൂ എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഈ രണ്ടാമത് പറയുന്നത് എന്താണ്? ഇഫ് യു ടേക്ക് എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആൻഡ് ഇഫ് ദി ആർ കൺസിഡറിങ് സോ മെനി പോയിന്റ്സ് അറ്റ് ദ സെയിം ലെവൽ ദെൻ ദ പ്രഷർ ആർ ഈക്വൽ അറ്റ് ഓൾ പോയിന്റ്സ്. അതായത് ആ ഒരേ ഹൈറ്റിൽ കിടക്കുന്ന എല്ലാ പോയിന്റിലും ഉള്ള പ്രഷറിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാം. പാസ്കൽസ് ലോ നമുക്ക് ഒരു തരത്തിൽ കൂടി ഇന്റർപ്രറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രാം ഒന്നുകൂടി എടുക്കുകയാണ്. ഇവിടെ 1 എന്നുള്ള പോയിന്റിലും 3 എന്നുള്ള പോയിന്റിലും ആക്ട് ചെയ്യപ്പെടുന്ന പ്രഷേഴ്സ് P1 ആൻഡ് P3 അത് ഒരേ ഡെപ്തിലായതുകൊണ്ട് അതിന്റെ വാല്യൂ ഈക്വൽ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. P2ന്റെ വാല്യൂ കുറച്ചുകൂടി കൂടുതലാണ്, കാരണം അതിന്റെ ഡെപ്ത് കൂടുതലാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലൊരു സിറ്റുവേഷനിൽ ഒരു പിസ്റ്റൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അങ്ങോട്ട് പ്രസ് ചെയ്യാൻ പോവാണ്. അതായത് പ്രസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ഫോഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ പ്രഷർ നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയാണ്. അതായത് വി ആർ ഗിവിങ് എൻ എക്സ്ട്രാ പ്രഷർ P, എക്സ്ട്രാ പ്രഷർ P ടു ദ ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിലേക്ക് P എന്നുള്ള ഒരു എക്സ്ട്രാ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നെങ്കിൽ ഈ കൊടുക്കുന്ന എക്സ്ട്രാ പ്രഷർ എല്ലാ പോയിന്റിലേക്കും ഒരേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 3 പോയിന്റ് ആണെങ്കിൽ ഈ P എന്നുള്ള പ്രഷറാണ് കൊടുക്കുന്നതെങ്കിൽ ഈ P1 എന്നുള്ള പോയിന്റിലുള്ള പ്രഷർ എന്തായി മാറും? P1 പ്ലസ് P എന്നുള്ളതായിരിക്കും. അതുപോലെ P3 എന്നുള്ള പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് P3 പ്ലസ് P എന്നുള്ളതാവും. P2 എന്നുള്ള പോയിന്റിലെ പ്രഷർ P2 പ്ലസ് P എന്നുള്ളതായിരിക്കും. അതായത് എത്ര പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നോ ആ പോയിന്റിലേക്കൊക്കെ തന്നെ നമ്മൾ കൊടുത്ത എക്സ്ട്രാ പ്രഷർ P ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ തരത്തിലും പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പാസ്കൽസ് ലോ? ദ ചേഞ്ച് ഇൻ പ്രഷർ ഓർ എക്സ്ട്രാ പ്രഷർ, നമ്മൾ കൊടുത്ത എക്സ്ട്രാ പ്രഷർ അപ്ലൈഡ് ടു എ കൺഫൈൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. അതായത് ഇങ്ങനെ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിലേക്ക് നമ്മളൊരു എക്സ്ട്രാ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു എവറി പോയിന്റ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ടു ദി വാൾസ് ഓഫ് കണ്ടെയ്നിങ് വെസൽ. നമ്മൾ കൊടുത്ത എക്സ്ട്രാ പ്രഷർ ഈ ഫ്ലൂയിഡിനകത്തുള്ള എല്ലാ പോയിന്റിലേക്കും ഒരേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. അത് ട്രാൻസ്മിറ്റ് ചെയ്ത അവസാനം ഈ വെസൽസിന്റെ വാളിൽ വരെ എത്തിച്ചേരുന്നു. സോ ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പാസ്കൽസ് ലോ. ആ തരത്തിൽ നമുക്ക് പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാം. ചേഞ്ച് ഇൻ പ്രഷർ, ഇറ്റ് ഈസ് എക്സ്ട്രാ പ്രഷർ അപ്ലൈഡ് ടു എ കൺഫൈൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി to all points of the fluid and to the walls of the containing vessel. ഇങ്ങനെ പാസ്കൽസ് ലോ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അടുത്ത നമുക്ക് പാസ്കൽസ് ലോയുടെ പ്രൂഫ് എന്താന്ന് നോക്കാം. പാസ്കൽസ് ലോ തുടങ്ങുന്ന സമയത്ത് അതിന്റെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് ദ പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ. അതായത് സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ദേ ആർ ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ. ഈ സ്റ്റേറ്റ്മെന്റിന്റെ പ്രൂഫാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നോക്കുക, വി ആർ കൺസിഡറിങ് എ സ്മോൾ എലമെന്റ് ഇൻ ദ ഫോം ഓഫ് എ റൈറ്റ് ആംഗിൾഡ് പ്രിസം. അതായത് ഇതൊരു ബേക്കറാണ്. അതായത് ഇതൊരു ബേക്കറാണ്. ബേക്കറിനകത്ത് ലിക്വിഡ് വെച്ചിരിക്കുകയാണ്. ഈ ലിക്വിഡിനകത്തായിട്ട് നമ്മൾ ഒരു സ്മോൾ എലമെന്റ് ഓഫ് ലിക്വിഡ് എടുത്തിരിക്കുക. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ റൈറ്റ് ആംഗിൾഡ് പ്രിസം. ഒരു റൈറ്റ് ആംഗിൾഡ് പ്രിസത്തിന്റെ ഫോമിലാണ് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എ വെരി സ്മോൾ എലമെന്റ്. വെരി വെരി സ്മോൾ എലമെന്റ്. കാരണം ഇവിടെ
എലമെന്റ് സ്മോൾ ആയിട്ട് എടുക്കാനുള്ള കാരണം വി ആർ കൺസിഡറിങ് ഓൾ പാർട്സ് ഓഫ് ദിസ് എലമെന്റ് അറ്റ് ദ സെയിം ഡെപ്ത്. അതായത് ഈ പ്രിസ്മാറ്റിക് എലമെന്റിന്റെ എല്ലാ പോർഷൻസും ഈ വാട്ടർ സർഫസ് അല്ലെങ്കിൽ ലിക്വിഡ് സർഫസിൽ നിന്ന് ഒരേ ഡെപ്തിലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ ഗുണം എന്ന് പറയുന്നത് ദ ഇഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ഇസ് ദ സെയിം ഇൻ ഓൾ പോയിന്റ്സ്. അതായത് എല്ലാ പോയിന്റിലും ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റിയുടെ ഇഫക്റ്റ് സെയിം ആണ്. അപ്പോൾ ഈ പ്രിസത്തിനെ സംബന്ധിച്ച് നമുക്കിവിടെ 3 ഫേസുകൾ കാണാൻ കഴിയും. അതായത് എ എന്നുള്ള ഫേസ്, ബി എന്നുള്ള ഫേസ്, സി എന്നുള്ള ഫേസ്. ഇവിടെ തന്നെ ലിക്വിഡ് ആയതുകൊണ്ട് ഈ ലിക്വിഡ് ഇവിടേക്ക് ഒരു നോർമലായിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. ബി എന്നുള്ള സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എഫ് ബി, എ എന്നുള്ള സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എഫ് എ, സി എന്നുള്ള സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എഫ് സി. ഓക്കെ, ഇവിടെ നമുക്ക് ഈ എഫ് ബി എന്നുള്ള ഫോഴ്സ് ഈ ബി എന്നുള്ള സർഫസിന് നോർമലായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നത്, ഇവിടെ എല്ലാം തന്നെ നോർമലായിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഈ നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ എഫ് ബിനെ നമുക്ക് 2 കമ്പോണൻസുകളായിട്ട് മാറ്റാം. നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഡയഗ്രാം ഒന്നുകൂടി 2 ഡയമെൻഷനായി ഇങ്ങോട്ട് വരയ്ക്കാം. ഈ ഒരു സൈഡ് മാത്രം ഇങ്ങോട്ട് വരച്ചു. ഇവിടെ ദിസ് ഈസ് അവർ എഫ് ബി എന്നുള്ള ഫോഴ്സാണ് നോർമലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ആംഗിളാണ് തീറ്റ എന്ന് എടുത്തിരിക്കുന്നത്. നോക്കാം, ഇത് തീറ്റ ആണെങ്കിൽ ഇത് ഓവറോൾ 90 ആയതുകൊണ്ട് ഈ ആംഗിളിൽ നമുക്ക് 90 മൈനസ് തീറ്റ എന്ന് എഴുതാം. ദിസ് ഈസ് 90 മൈനസ് തീറ്റ. ഓക്കെ, ഇത് 90 മൈനസ് തീറ്റയാണ്. ദിസ് ഈസ് 90. ഇത് 90 മൈനസ് തീറ്റ, ഇത് 90 ആണ്. ഇത് ട്രയാങ്കിൾ ആയതുകൊണ്ട് ടോട്ടൽ 180 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ തീറ്റ എന്നുള്ളത് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ആംഗിളാണ് തീറ്റ. ഇതാണ് എഫ് ബി. അപ്പോൾ എഫ് ബിയോട് അടുത്ത് കിടക്കുന്ന ഈ തീറ്റ, അപ്പോൾ ഈ കമ്പോണന്റ് നമുക്ക് എഫ് ബി കോസ് തീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് എഫ് ബി കോസ് തീറ്റ. അതേപോലെ ഈ കമ്പോണന്റ് നമുക്ക് എഫ് ബി സൈൻ തീറ്റ എന്നും എഴുതാം. അതായത് എഫ് ബി സൈൻ തീറ്റ എന്നുള്ളത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും എഫ് ബി കോസ് തീറ്റ എന്നുള്ളത് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലും വേറെ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എഫ് സി എന്നുള്ള ഒരു ഫോഴ്സ് ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഹൊറിസോണ്ടലായിട്ട്. എഫ് എ എന്നുള്ളൊരു ഫോഴ്സ് വെർട്ടിക്കലി ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഫോഴ്സസ് ഇൻ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ബാലൻസ് ഈച്ച് അതർ. അതായത് എഫ് സി എന്നുള്ള ഫോഴ്സും ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റിന് ബാലൻസ് ചെയ്യപ്പെടുന്നു. എഫ് എന്നുള്ള ഫോഴ്സും അതുപോലെ ഈ വെർട്ടിക്കൽ കമ്പോണന്റും ബാലൻസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് എഴുതാം എഫ് സി ഇസ് ഈക്വൽ ടു എഫ് ബി സൈൻ തീറ്റ. അതേപോലെ എഫ് എ ഇസ് ഈക്വൽ ടു എഫ് ബി കോസ് തീറ്റ. മനസ്സിലാക്കേണ്ട പുതിയൊരു പോയിന്റ് എന്ന് പറയുന്നത് ഏരിയ എന്നുള്ളത് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് സ്കെയിലർ ആയിട്ടാണ്. പക്ഷെ ഇവിടെ ഏരിയനെ നമുക്ക് വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയും. ഇവിടെ നോക്കാം, നമ്മൾ ഈ തരത്തിലുള്ള ഒരു സർഫസ് എടുത്തിരിക്കുകയാണ്. ഈ സർഫസിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി വന്ന് വീഴും. സപ്പോസ് ലൈറ്റ് ഒരു ക്വാണ്ടിറ്റി ഇതിൻ്റെ മുകളിൽ ഈ തരത്തിലാണ് വന്ന് വീഴുന്നതെങ്കിൽ ഇതിൻ്റെ ഈ സർഫസ് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, മാക്സിമം ലൈറ്റ് ഇവിടെ വന്ന് വീഴുന്നു. ഇനി ഈ സർഫസ് നമ്മൾ കുറച്ചിങ്ങോട്ട് ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇത് മാറ്റി അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ മാറ്റി വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഇത്രയും ലൈൻസ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതേ വിട്ടിലുള്ള ലൈൻസാണ് ഇവിടെ വരയ്ക്കുന്നതെങ്കിൽ നമുക്കറിയാം ഈ 5ാമത്തെ ലൈൻ നേരെ ഇതിന് പുറത്തേക്കാണ് പോവുക. അതായത് ഇതിലൂടെ ഈ സർഫസിൽ വന്ന് വീഴില്ല. ഓക്കെ, അതായത് ഓറിയൻറ്റേഷൻ മാറുന്നതിനനുസരിച്ച് ഇവിടെ പതിക്കുന്ന ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഏരിയ അതിൻ്റെ സർഫസിൻ്റെ ഓറിയൻറ്റേഷൻ മാറുന്നതിനനുസരിച്ച് അതിൽ പതിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തോ ആയിക്കോട്ടെ അതിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരുന്നു. സോ ദാറ്റ് ഈസ് ഏരിയ ഈസ് കൺസിഡേർഡ് എസ് എ വെക്ടർ. ഇനി ഏരിയയുടെ വെക്ടർ ആയതുകൊണ്ട് ഏരിയയ്ക്ക് ഒരു ഡയറക്ഷൻ വേണം. ദ ഡയറക്ഷൻ ഓഫ് ദി ഏരിയ ഈസ് ഗിവൺ ബൈ എ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് നോർമലി ഔട്ട്വേർഡ്സ്. അതായത് ഈ സർഫസ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആൻഡ് ഇറ്റ് ഈസ് നോർമലി ഓർ ഇറ്റ് ഈസ് ഇൻ ദി ഔട്ട്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഏരിയ എന്നുള്ളത് നമുക്ക് വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഏരിയ ഈസ് കൺസിഡേർഡ് ആസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അത് ഏരിയയെ സംബന്ധിച്ച് ഏരിയയുടെ ഡയറക്ഷൻ ഉണ്ട്. ആൻഡ് ദി ഡയറക്ഷൻ ഓഫ് ഏരിയ ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആൻഡ് ഇൻ ദി ഔട്ട്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ അറിയാം, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന പ്രിസത്തിനെ സംബന്ധിച്ച് 3 സർഫസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ദേ ആർ നോർമലി ഔട്ട്വേർഡ്സ്. അപ്പോൾ നോക്കിയാൽ അറിയാം, നമുക്കിവിടെ സി എന്നുള്ള സർഫസിൻ്റെ ഏരിയ എ സി നോർമലി ഔട്ട്വേർഡ്സ്, എ ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് എ ബി ഈ തരത്തിൽ നോർമലി ഔട്ട്വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ എ ബി എന്നുള്ള ഏരിയനെ 2 കമ്പോണൻസുകളാക്കി മാറ്റാം. ഈ ആംഗിൾ തീറ്റയാണ്. ഇത് തീറ്റയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ഇത് തീറ്റയാണ്. ഓക്കെ, തീറ്റയാണെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ദിസ് ആംഗിൾ ഈസ് 90 മൈനസ് തീറ്റ. ഇത് 90 മൈനസ് തീറ്റയാണെങ്കിൽ ഓവറോൾ 90 ആയതുകൊണ്ട് ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഇനി തീറ്റയോട് അടുത്ത് കിടക്കുന്ന കമ്പോണന്റ് പറഞ്ഞ കോസ് തീറ്റ കമ്പോണന്റ് ആണ്. അപ്പോൾ എ ബി ആണ് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ്. സോ എ ബി കോസ് തീറ്റ ആൻഡ് ദിസ് വിൽ ബി
എ ബി സൈൻ തീറ്റ. ആൻഡ് നേരത്തെ ചെയ്ത പോലെ നമ്മളിവിടെ ഫോഴ്സിന്റെ കമ്പോണൻസുകൾ ഇക്വേറ്റ് ചെയ്ത പോലെ ഹിയർ ആൾസോ വി ആർ ഇക്വേറ്റിംഗ് ദി കമ്പോണൻസ് ഓഫ് ഏരിയ ഇൻ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഡയറക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് എ ഇങ്ങോട്ടും ആൻഡ് എ ബി കോസ് തീറ്റ ഈ തരത്തിലുമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. എ ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എ സി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. ഇങ്ങനെ നമുക്ക് ഏരിയനെ കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള കമ്പോണൻസുകളെ ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്താണ് ലഭിച്ചത്? എ ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ ആൻഡ് എ സി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഈ മൂന്ന് സർഫസിലും ആക്ട് ചെയ്യുന്ന പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് പി എ കണ്ടുപിടിക്കണം. പ്രഷർ ആക്ടിങ് ഓൺ ദ സർഫസ് എ. പി എ ഇസ് ഈക്വൽ നമുക്ക് എഴുതാം എഫ് എ ഡിവൈഡഡ് ബൈ എ. അതുപോലെ പി ബി പ്രഷർ ആക്ടിങ് on the surface B, that is PB is equal to FB divided by AB. B എന്നുള്ള സർഫസ്. അതേപോലെ PC is equal to FC divided by AC. ഓക്കെ, നമുക്ക് PA നോക്കാം. PA is equal to what is our FA? FA is equal to FB cos theta. So FB cos theta divided by A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം AB cos theta ആണ്. AB cos theta ആയിട്ട് ക്യാൻസൽ. സോ എഫ് ബി ബൈ എ ബി പറഞ്ഞതായിരിക്കും, ദാറ്റ് വിൽ ബി പി ബി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി പി എ ഈക്വൽ ടു പി ബി എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഇതേപോലെ നമുക്ക് പി സി കണ്ട് നോക്കാം. പി സി, വാട്ട് ഇസ് പി സി? പി സി ഈക്വൽ ടു എഫ് സി ഡിവൈഡഡ് ബൈ എ സി ആണ്. വാട്ട് ഇസ് എഫ് സി? എഫ് സി എന്ന് പറഞ്ഞാൽ അറിയാം എഫ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ then AC പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ. സോ എ ബി സൈൻ തീറ്റ ആയിട്ട് ക്യാൻസൽ. സോ യുൽ ഗെറ്റ് എഫ് ബി ബൈ എ ബി, ദാറ്റ് ഈസ് പി ബി. ഓക്കെ, സോ യുൽ നൗ ഗോട്ട് പി സി ഈക്വൽ ടു പി ബി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. പി എ ഇസ് ഈക്വൽ ടു പി ബി ആൻഡ് പി സി ഇസ് ഈക്വൽ ടു പി ബി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ കഴിയും പി എ ഇസ് ഈക്വൽ ടു പി ബി ഇസ് ഈക്വൽ ടു PC. So that is the statement of Pascal's law. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും the pressure at a point in a fluid is same in all direction. That is the statement of Pascal's law. The pressure acting at a point in a fluid is the same in all direction. അതുകൊണ്ട് നമുക്ക് എഴുതാൻ കഴിയും the pressure exerted is the same in all direction in a fluid at rest. Pressure exerted is the same in all direction in a fluid at rest. That is the statement of Pascal's law. അങ്ങനെയാണ് പാസ്കൽസ് ലോയുടെ പ്രൂഫ് നമ്മൾ ചെയ്യുന്നത്. ടോപ്പിക്കാണ് വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത്. നമുക്ക് കണ്ടെയ്നറിൽ കുറച്ച് ലിക്വിഡ് എടുക്കാം. ആ ലിക്വിഡിലുള്ള ഡിഫറെൻറ്റ് പോയിന്റുകളാണ് 1, 2, 3 എങ്ങനെയെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഈ 1 എന്നുള്ള പോയിന്റ് എടുക്കുന്ന സമയത്ത് ഇതിൽ മുകളിൽ വരുന്ന ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് ഇത്രയാണ്. 12 ആണെങ്കിൽ കൂടുതലാണ്, 3 ആണെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ആസ് ഡെപ്ത് ഇൻക്രീസസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻക്രീസസ്. അതായത് 1 എന്നുള്ള പോയിന്റിന് മുകളിലുള്ള ഫ്ലൂയിഡിനേക്കാൾ കൂടുതലാണ് 2 എന്നുള്ള പോയിന്റിലുള്ള ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ ആസ് ഡെപ്ത് ഇൻക്രീസസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻക്രീസസ്. ദാറ്റ് മീൻസ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് കൂടുക പറഞ്ഞാൽ അർത്ഥം വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻക്രീസസ്. ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻക്രീസസ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കൂടും. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് ഈ 3 പോയിന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വരുന്നത് 3 എന്നുള്ള പോയിന്റിലാണ്. അപ്പോൾ അവിടുത്തെ വെയിറ്റ് ആണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് കൊണ്ട് ആ ഭാഗത്തെ പ്രഷർ ആയിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എഴുതാൻ പറ്റും P3 ഈസ് ഗ്രേറ്റർ ദാൻ P2 ഗ്രേറ്റർ ദാൻ P1. ഏറ്റവും ലീസ്റ്റ് പ്രഷർ 1 എന്നുള്ള പോയിന്റിലാണ്, ഏറ്റവും കൂടിയ പ്രഷർ എന്നുള്ളത് 3 എന്നുള്ള പോയിന്റിലാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര കണ്ടാണ് ഈ പ്രഷർ കൂടുന്നത്? നമുക്ക് കൂടുതലാണ് മാത്രം പറഞ്ഞാൽ പോരാ, ഹൗ മച്ച് എത്ര കണ്ടിട്ടാണ് ഈ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ഡയഗ്രാം റെഫർ ചെയ്യാം. ഈ ഡയഗ്രത്തിൽ സി എന്നുള്ളൊരു പോയിന്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സി എന്നുള്ള പോയിന്റിലെ പ്രഷർ നമുക്ക് കണ്ടെത്തണം. ഓക്കെ, കൺസിഡർ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഇൻ എ കണ്ടെയ്നർ
ലെറ്റ് സി ബി എ പോയിന്റ് വിത്ത് പ്രഷർ പി. ആ സി എന്നുള്ള പോയിന്റിലുള്ള പ്രഷറാണ് പി. ആ പിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനാണ് ചെയ്യുന്നത്, ആ സി എന്നുള്ള പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിലിണ്ടറിക്കൽ എലമെന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. വി ആർ കൺസിഡറിങ് എ സിലിണ്ടറിക്കൽ എലമെന്റ് ഓഫ് ഫ്ലൂയിഡ് ഹാവിങ് ഏരിയ ഓഫ് ബേസ് എ ആൻഡ് ഹൈറ്റ് എച്ച്. അതായത് എച്ച് ഹൈറ്റ് ഉള്ള ഇതിൻ്റെ ബേസ് ഏരിയ എന്ന് എടുത്തിരിക്കുന്നത് നമ്മൾ എ ആണ്. അത്തരത്തിലുള്ള ഒരു സിലിണ്ടറിക്കൽ എലമെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ബേസ് ഏരിയ എ ആൻഡ് ഹൈറ്റ് എച്ച് എൻക്ലോസിങ് ദ പോയിന്റ് സി. സി എന്നുള്ള പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിൽ ഒരു സിലിണ്ടറിക്കൽ എലമെന്റ് കൺസിഡർ ചെയ്യുക. ആ സിലിണ്ടറിക്കൽ എലമെന്റിന്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് എ ആണ്, അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സിലിണ്ടറിക്കൽ കോളത്തിലുള്ള ഫ്ലൂയിഡിന്റെ വെയിറ്റ് കണ്ടെത്തണം. ഓക്കെ, നമുക്ക് വെയിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ഫോഴ്സ് കണ്ടെത്താൻ കഴിയും. അതായത് ഫോഴ്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ കാണാൻ കഴിയും. ഓക്കെ, സോ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് കോളം, ഈ സിലിണ്ടറിക്കൽ കോളത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എം ആണ് ഇതിന്റെ മാസ് എങ്കിൽ നമുക്ക് അതിന്റെ വെയിറ്റ് എഴുതാൻ പറ്റും W is equal to mg. ഓക്കെ, സോ പ്രഷർ is equal to weight divided by area എന്ന് പറഞ്ഞാൽ F by A. F എന്ന് പറഞ്ഞാൽ നമുക്കറിയാം mg divided by A. ഓക്കെ, ഇനി നമുക്ക് മാസിനെ ഡെൻസിറ്റിയുടെയും വോളിയത്തിൻ്റെയും ടേമിലാക്കാം. നമുക്കറിയാം മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ നമുക്ക് മാസിന് പകരമായി എടുക്കുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് കൊടുക്കാം. സോ വി ഇൻറ്റു റോ ജി ഡിവൈഡഡ് ബൈ എ. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. സോ വി റോ ജി ഡിവൈഡഡ് ബൈ എ. വോളിയത്തിന് നമുക്ക് ഏരിയയുടെ ടേമിൽ എഴുതാം. ഒരു സിലിണ്ടറിക്കൽ കോളത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിലിണ്ടറിനെ സംബന്ധിച്ചിട്ട് എ ബേസ് ഏരിയയും എച്ച് ഹൈറ്റും ആണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം എ ഇൻറ്റു എച്ച്. ഇപ്പോൾ എഴുതാം വോളിയത്തിന് പകരം എ എച്ച് റോ ജി ഡിവൈഡഡ് ബൈ എ. ദിസ് എ കറ്റ് ക്യാൻസൽ. സോ യു ഗോട്ട് പി is equal to h rho g. That is the value of pressure at the point C. അതായത് ഈ കണ്ടെയ്നറിൽ സി എന്നുള്ള പോയിന്റിൽ ഉള്ള പ്രഷർ, അവിടുത്തെ ഹൈറ്റ് എച്ച് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ സർഫസിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡെപ്ത് എച്ച് ആണെങ്കിൽ ആ പോയിന്റിൽ ആക്ട് ചെയ്യപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് പി is equal to h rho g, where h is the depth and rho is the density of the fluid and g is acceleration due to gravity. അപ്പോൾ ഈ ഫ്ലൂയിഡ് കോളത്തിൻ്റെ വെയിറ്റിൻ്റെ ഫലമായിട്ട് സി എന്നുള്ള പോയിന്റിൽ എക്സേർട്ട് ചെയ്ത പ്രഷറാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ പി is equal to h rho g. നമുക്കറിയാം ഈ കണ്ടെയ്നർ ഇവിടെ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയർ ഈ ഫ്ലൂയിഡിൻ്റെ മുകളിലായിട്ടൊരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ P80M. ആ P80M എന്നുള്ള പ്രഷർ ഈ തരത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സി എന്നുള്ള പോയിന്റിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? P total is equal to the pressure due to the fluid column, that is h rho g plus the atmospheric pressure. Okay, clear ആയല്ലോ? അതായത് P total, that is total pressure at the point C is equal to P atmospheric, that is the pressure due to the atmosphere plus the pressure due to the fluid column, h rho g. This term h rho g is known as gauge pressure. അതായത് ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് കോളത്തിൻ്റെ ഹൈറ്റ് കൊണ്ടുണ്ടായ പ്രഷറാണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് P80M is the atmospheric pressure and this is the total pressure. അതായത് നമുക്ക് എഴുതാൻ പറ്റും total pressure is equal to atmospheric pressure plus gauge pressure. നിങ്ങൾ നോക്കിയാൽ അറിയാം ഗേജ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എച്ച് റോ ജി ആണ്. ഈ ഇക്വേഷനിൽ പി ടോട്ടൽ മാറണമെങ്കിൽ ഇവിടെ മാറേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എച്ച് റോ ജി എന്നുള്ള ക്വാണ്ടിറ്റിയാണ്. കാരണം അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ജി ഈസ് ആൾസോ കോൺസ്റ്റന്റ്. സോ പിന്നെ അവിടെയുള്ള വേരിയബിൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എച്ച് ആണ്. അതായത് ഡെപ്ത് ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡെപ്ത് ആണ് എച്ച് എന്ന് പറയുന്നത്. ഡെപ്ത് കൂടുക എന്ന് പറഞ്ഞാൽ അർത്ഥം, അതായത് എച്ച് കൂടുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം ഗേജ് പ്രഷറിൻ്റെ വാല്യൂ കൂടും. ഗേജ് പ്രഷറിൻ്റെ വാല്യൂ ആണ് കൂടുന്നത്. ഇഫ് ഗേജ് പ്രഷർ ഇൻക്രീസസ് ദെൻ ദിസ് പി ടോട്ടൽ ആൾസോ വിൽ ഇൻക്രീസ്. കാരണം അറ്റ്മോസ്ഫിയർ പ്രഷറിനെ സംബന്ധിച്ച് എല്ലായിടത്തും കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഡെപ്ത് വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട്, ഡെപ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ടോട്ടൽ പ്രഷർ കൂടും. കാരണം അവിടെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഗേജ് പ്രഷർ കൂടും. സോ ദ ടോട്ടൽ പ്രഷർ വിൽ ഇൻക്രീസ്. ദാറ്റ് മീൻസ് ദ പ്രഷർ ചേഞ്ച് ഈസ് ഓൺലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഡെപ്ത്, അല്ലെങ്കിൽ ഡെപ്തിൻ്റെ വാല്യൂ ആണ് ടോട്ടൽ പ്രഷർ ഡിറ്റർമിൻ ചെയ്യുന്നത്. അല്ലാതെ ഈ കണ്ടെയ്നറിൻ്റെ ഷേപ്പോ സൈസോ അല്ല. ഇപ്പോൾ കണ്ടെയ്നറിൽ കൂടുതൽ
ഇതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കൂടിയാലും കുറഞ്ഞാലും, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡെപ്ത് മാത്രമാണ് ടോട്ടൽ പ്രഷർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ ഈസ് ഈക്വൽ ടു HROG. ഇൻ ദാറ്റ് factor, H is the only term which is influencing the total pressure. That is, if depth increases, then the gauge pressure increases, so the total pressure also increases. Okay? അടുത്ത നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. പാരഡോക്സ് പറഞ്ഞാൽ തെറ്റിദ്ധാരണ. അതായത് നമ്മൾ ഡിഫറൻറ്റ് ഔട്ട്ലെറ്റ് ഉള്ള ഒരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യാണ്. ഈ തരത്തിൽ ഇതിൽ ഫ്ലൂയിഡാണ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ ലെവൽ ഈക്വൽ ആണ്. ഇനി ഇവിടെ 3 പോയിന്റുകൾ, അതായത് 1, 2, 3 എന്നുള്ള 3 പോയിന്റുകൾ ഒരേ ലെവലിലായിട്ട്, അതായത് സർഫസിൽ നിന്ന് ഒരേ ഡെപ്തിലുള്ള 3 പോയിന്റുകൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഇനി ചോദ്യം ഇതാണ്, 1, 2, 3 പോയിന്റിലുള്ള പ്രഷറിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് വാല്യൂ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇൻ വിച്ച് പോയിന്റ് പി ഈസ് ഫോർ. ഈ 3 പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചു ഫ്ലൂയിഡ് പ്രഷർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഫാക്ടർ ഹൈറ്റ്. മുൻകാലങ്ങളിൽ വിചാരിച്ചിട്ട് നമ്മളിവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ 1 എന്നുള്ള പോയിന്റിലുള്ള ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കൂടുതലാണ്, അപ്പോൾ ആ ഭാഗത്ത് പ്രഷർ കൂടുതലാണെന്നും മറ്റ് ഭാഗത്ത് പ്രഷർ കുറവാണെന്നാണ് ധരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ആ ധാരണ തെറ്റാണ്. ഫ്ലൂയിഡ് പ്രഷർ ഈസ് ഇൻഫ്ലുവൻസ് ഓൺലി ബൈ ദി ഹൈറ്റ് ഓർ ദി ഡെപ്ത്. ദാറ്റ് ഈസ് ഫ്ലൂയിഡ് പ്രഷർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ H. നമ്മൾ പഠിച്ച ഇക്വേഷനാണ് P ടോട്ടൽ ഈസ് ഈക്വൽ ടു P അറ്റ്മോസ്ഫിയർ പ്ലസ് HROG. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എല്ലായിടത്തും ഒരേപോലെയാണ്, കാരണം ഇവിടെയൊക്കെ തന്നെ ഓപ്പൺ സർഫസ് ആണ്, അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ സെയിം ആണ്. റോയും ജിയും സെയിം ആണ്. സോ H ഈസ് ദ ഓൺലി വേരിയബിൾ ക്വാണ്ടിറ്റി. പക്ഷെ നമ്മൾ നോക്കിയാൽ അറിയാം, ഈ 1 എന്നുള്ള പോയിന്റിലും 2 എന്നുള്ള പോയിന്റും 3 എന്നുള്ള പോയിന്റിലൊക്കെ തന്നെ ഈ സർഫസിൽ നിന്നുള്ള ഡെപ്ത് ഈക്വൽ ആണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും, ഈ 1, 2, 3 പോയിന്റുകളൊക്കെ ഉള്ള പ്രഷറിൻ്റെ വാല്യൂ ഈക്വൽ ആണ്. ദാറ്റ് ഈസ് P1 ഈസ് ഈക്വൽ ടു P2 ഈസ് ഈക്വൽ ടു P3. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാനൊരു 4 എന്നുള്ള പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്തു. എന്തായിരിക്കും ഈ ഭാഗത്തുള്ള പ്രഷറിൻ്റെ വാല്യൂ ഈ 3 വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? നമുക്കറിയാം ഇവിടേക്കുള്ള ഡെപ്ത് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാം P4ൻ്റെ വാല്യൂ കൂടുതലാണ്. P4 ഈസ് ഗ്രേറ്റർ ദാൻ P1 ഈസ് ഈക്വൽ ടു P2 ഈസ് ഈക്വൽ ടു P3. ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്, ആ പോയിന്റ് ഞാൻ 5 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ 5 എന്നുള്ള പോയിന്റിലുള്ള ഡെപ്ത് ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്, അപ്പോൾ P5ൻ്റെ വാല്യൂ കുറവായിരിക്കും. അതായത് ദിസ് ഈസ് P5. P5ൻ്റെ വാല്യൂ ഈ P3നേക്കാൾ കുറവായിരിക്കും. ഇനി 6 എന്നുള്ള പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യാൻ വിചാരിക്കുക. സർഫസിൽ എന്ന് പറഞ്ഞാൽ അവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ വാല്യൂ ഇവിടെ ഹൈറ്റ് 0 ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ വീണ്ടും കുറവായിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് P6. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സിനെ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? The height of the fluid column is important and not the shape and size of the container. അതായത് കണ്ടെയ്നറിൻ്റെ ഷേപ്പോ സൈസോ എന്നല്ല ഇമ്പോർട്ടൻറ്റ്, ഹൈറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് കോളം ആണ് ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടർ. ദാറ്റ് ഈസ് പ്രഷർ ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് അറ്റ് സെയിം ഹൈറ്റ്. അതായത് ഒരേ ലെവലിൽ കിടക്കുന്ന പോയിന്റുകളിലൊക്കെ തന്നെയുള്ള പ്രഷർ സെയിം ആയിരിക്കും. നമ്മളിവിടെ 1, 2, 3 പോയിന്റുകളൊക്കെ തന്നെ ഒരേ ലെവലിലാണ് കിടന്നിരുന്നത്, ആ പോയിന്റിലൊക്കെയുള്ള പ്രഷർ ഈക്വൽ ആണ്. ദാറ്റ് ഈസ് പ്രഷർ ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് at same height, and this fact is known as hydrostatic paradox. അടുത്ത ടോപ്പിക്കാണ് മെർക്കുറി ബാരോമീറ്റർ. ബാരോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ദ പ്രഷർ എക്സർട്ടഡ് ബൈ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ വാല്യൂ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് വാല്യൂ വാസ് 1.913 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നമുക്ക് എങ്ങനെയാണ് ഈ വാല്യൂ കിട്ടുക എന്ന് പരിശോധിക്കാം. ആ അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് മെർക്കുറി ബാരോമീറ്റർ. ടോറിസെല്ലി എന്നുള്ള ഇറ്റാലിയൻ സയൻറ്റിസ്റ്റാണ് ഈ മെർക്കുറി ബാരോമീറ്റർ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് നമ്മളതിനെ ടോറിസെല്ലിസ് ബാരോമീറ്റർ എന്നും പറയുന്നു. അദ്ദേഹം ഇതിനു വേണ്ടി ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ടൂക്ക് എ ലോങ് ട്യൂബ്, ഒരു ലോങ് ട്യൂബ് എടുത്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് മറ്റേ സൈഡ് ക്ലോസർ ആക്കിയതിന് ശേഷം he filled it with mercury. Mercury നിറച്ചു. Then he inverted it and dipped into another trough which is also filled with mercury. That is a long glass tube closed at one end and filled with mercury. Mercury ആയിട്ട് തന്നെ fill ചെയ്തു. Then it is inverted into a trough of mercury as shown in figure. ഇത് mercury നിറച്ച ഒരു trough ആണ്. അതിലേക്ക്
മെർക്കുറി ഫില്ല് ചെയ്ത ഒരു ലോങ് ട്യൂബ് ഇൻവേർട്ടായിട്ട് ഈ തരത്തിൽ വെച്ചു. അപ്പോൾ കണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ മെർക്കുറി കുറച്ച് ഭാഗം താഴത്തേക്ക് വരികയും ഈ ഒരു ഹൈറ്റിൽ, അതായത് 76 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഹൈറ്റിൽ മെർക്കുറി ഇങ്ങനെ നിൽക്കുകയാണ് കാണാനിടയാത്. ഓക്കെ, ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് വാക്വമാണ്, അതായത് ഇവിടെ മെർക്കുറി വേപ്പർ എന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് വാക്വമാണ്, ഇവിടുത്തെ പ്രഷർ ആൾമോസ്റ്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അദ്ദേഹം എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ കണ്ടുപിടിച്ചാൽ ഹി യൂസ്ഡ് പാസ്കൽസ് ലോ. നമുക്കറിയാം പാസ്കൽസ് ലോ പ്രകാരം ഒരേ ലെവലിൽ കിടക്കുന്ന പോയിന്റുകളിലൊക്കെ തന്നെയുള്ള പ്രഷർ സെയിം ആണ്. ഞാനിവിടെ 2 പോയിന്റ് എടുത്തിരിക്കുകയാണ്. എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റ്. ബി എന്നുള്ള പോയിന്റ് ഈ ട്യൂബിനകത്താണ്, എ എന്നുള്ള പോയിന്റ് ഈ ട്യൂബിന് പുറത്തായിട്ട് അതേസമയം ഒരേ ലെവലിലാണ്. നമുക്കറിയാം ബൈ പാസ്കൽസ് ലോ പി എ ഇസ് ഈക്വൽ ടു പി ബി അല്ലേ. എ എന്നുള്ള പോയിന്റിലുള്ള പ്രഷർ തന്നെയാണ് ബി എന്നുള്ള പോയിന്റിലുള്ള പ്രഷർ കാരണം ഒരേ ലെവലിലാണ് കിടക്കുന്നത്. പി എന്ന് പറഞ്ഞാൽ അറിയാം ഇത് ഓപ്പൺ ആണ്, അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആയി കിടക്കുന്ന റീജിയൻ ആയതുകൊണ്ട് ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് പി അറ്റ്മോസ്ഫിയർ ആണ്. പി അറ്റ്മോസ്ഫിയർ ഇസ് ഈക്വൽ ടു പി ബി എന്ന് പറയുന്നത് ഈ ലിക്വിഡ് കോളം കൊണ്ട്, അതായത് മെർക്കുറി കോളം കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രഷറാണ്. അതായത് ഇവിടുത്തെ ഹൈറ്റ് എച്ച് ആണ്, റോ ആണ് നമ്മുടെ മെർക്കുറി ഡെൻസിറ്റി, ജി ആക്സലേഷൻ ടു ഗ്രാവിറ്റി ആണെങ്കിൽ പി ബി എന്നുള്ളതായിരിക്കും എച്ച് റോ ജി എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പി അറ്റ്മോസ്ഫിയർ കണ്ടുപിടിക്കാം. പി അറ്റ്മോസ്ഫിയർ ഈസ് ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ 76 സെൻറ്റിമീറ്റർ ആണ്. നമുക്കതിനെ മീറ്റർ ആക്കാം. ദാറ്റ് ഈസ് 0.76 ഇൻറ്റു മെർക്കുറി ഡെൻസിറ്റി എന്ന് പറയുന്നത് 13.6 ഇൻറ്റു 10⁻³ ആണ്, അതിൻ്റെ 13,600 ആണ്. ഇൻറ്റു ജിയുടെ വാല്യൂ 9.8. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1.013 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് 1 അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മെർക്കുറിനെ 76 സെൻറ്റിമീറ്റർ കോളത്തിലേക്ക് റൈസ് ചെയ്യാൻ ആവശ്യമായി അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന പ്രഷറാണ് ഈ വാല്യൂ 1.013 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത്രയും പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ മെർക്കുറി കോളത്തിൻ്റെ ഹൈറ്റ് 76 സെൻറ്റിമീറ്റർ ആയി മാറും. ഓക്കെ, ഇതാണ് ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇനി ടോറിസെല്ലി കണ്ടുപിടിച്ച വേറൊരു യൂണിറ്റ് ആയിരുന്നു, അതായത് 1 മില്ലിമീറ്റർ കോളം മെർക്കുറിനെ ഉയർത്തുന്നതിന് ആവശ്യമായുള്ള പ്രഷറിനെ അദ്ദേഹം വിളിച്ചു ടോർ. ടോറിസെല്ലി എന്നുള്ള നെയിമിൻ്റെ ആ ഒരു ഹോണറായിട്ട് ടോർ എന്നുള്ള യൂണിറ്റ് നമ്മൾ കൊടുത്ത് 1 ടോർ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ഓഫ് എച്ച് ജി. ഓക്കെ, 1 മില്ലിമീറ്റർ മെർക്കുറിനെ റൈസ് ചെയ്യുന്നതിന് ആവശ്യമായി കൊടുക്കുന്ന പ്രഷറാണ് 1 ടോർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഈസ് ഈക്വൽ ടു 76 സെൻറ്റിമീറ്റർ മെർക്കുറി കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറാണ്. അല്ലെങ്കിൽ 76 സെൻറ്റിമീറ്റർ വരെ നമുക്ക് 760 മില്ലിമീറ്റർ എന്ന് എഴുതാം. അതായത് ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും 1 അറ്റ്മോസ്ഫിയർ പ്രഷർ ഇസ് ഈക്വൽ ടു 760 മില്ലിമീറ്റർ ഓഫ് എച്ച് ജി. 1 മില്ലിമീറ്റർ എച്ച് ജിക്ക് കറസ്പോണ്ടിങ് ആയ പ്രഷർ നമ്മൾ ഒരു ടോർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 760 മില്ലിമീറ്ററിന് കറസ്പോണ്ടിങ് ആയ പ്രഷറിന് 760 ടോർ എന്ന് വിളിക്കാം. സോ 1 അറ്റ്മോസ്ഫിയർ ഇസ് ഈക്വൽ ടു 760 ടോർ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയും 1 അറ്റ്മോസ്ഫിയർ ഇസ് ഈക്വൽ ടു 760 ടോർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.013 ഇൻറ്റു 10⁵ Pascal. So we can write 1 torr is equal to 1.013 into 10⁵ divided by 760. You will get 133 Pascal. Okay, so 1 torr is equal to 133 Pascal. ഇതേപോലെ അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ വേറൊരു യൂണിറ്റ് ആണ് ബാർ. 1 bar is equal to 10⁵ Pascal. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ എന്നുള്ളതിന് പകരം നമുക്ക് എഴുതാൻ പറ്റും 1 അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ഈക്വൽ ടു 1.013 ബാർ എന്നുള്ളതും എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ പ്രഷറിൻ്റെ ഡിഫറൻറ്റ് യൂണിറ്റ്സുകളാണ്. 1 അറ്റ്മോസ്ഫിയർ ഈസ് ഈക്വൽ ടു 760 ടോർ, or 1 torr is equal to 133 Pascal or 133 Newton per meter square. Then 1 bar is equal to 10⁵ Pascal or 1 atmosphere is equal to 1.013 ബാർ എന്നുള്ള തരത്തിലും എഴുതാൻ കഴിയും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മില്ലിമീറ്റർ ഓഫ് എച്ച് ജി അതേപോലെ ടോർ എന്നുള്ളതൊക്കെ നമ്മൾ ഫിസിയോളജിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മെഡിസിനിൽ ഉപയോഗിക്കുന്ന യൂണിറ്റ്സുകളാണ്. അതേസമയം ബാർ എന്നുള്ളതും മില്ലി ബാർ എന്നുള്ളതൊക്കെ നമ്മൾ മെറ്റിയോറോളജിയിൽ ഉപയോഗിക്കുന്ന യൂണിറ്റ്സുകളാണ്.
മെറ്റീരിയോളജി ഉപയോഗിക്കുന്ന യൂണിറ്റ്സുകളാണ് ബാർ ആൻഡ് മില്ലി ബാർ. അതുപോലെ മില്ലിമീറ്റർ ഓഫ് HG, അതുപോലെ ടോറൊക്കെ തന്നെ ഫിസിയോളജിയിലും മെഡിസിനിലൊക്കെ ഉപയോഗിക്കുന്ന പ്രഷറിൻ്റെ യൂണിറ്റ്സുകളാണ്. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട ഒന്നിൻ്റെ ചെറിയ പോയിന്റ്സ് കൂടി നോക്കാം. സപ്പോസ് ഐ എം മേക്കിംഗ് എ ഹോൾ. ഇവിടെ ഈ തരത്തിൽ ഒരു ഹോൾ ഇവിടെ ഉണ്ടാക്കിയതിന് ശേഷം എന്തായിരിക്കും ഈ മെർക്കുറി ലെവലിൽ സംഭവിക്കാൻ നോക്കാം. നമുക്കറിയാം ഇവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഇൻഫ്ലുവൻസ് വന്നു. അപ്പോൾ ഈ ഭാഗത്തും അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ബി എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും. അത് തന്നെ എ എന്നുള്ള പോയിന്റിൽ ഉണ്ടായിരിക്കും. അതായത് എയിലും ബിയിലുള്ള പ്രഷർ അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറായി മാറും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഈ ഒരു ലെവൽ റൈസ് ഉണ്ടായിരിക്കില്ല. അതായത് രണ്ടും ഒരേ പ്രഷർ ആയി കഴിഞ്ഞാൽ ദ മെർക്കുറി ലെവൽ വിൽ ഡിപ്രസ്, അല്ലെങ്കിൽ താഴത്തേക്ക് വരുന്നതായിട്ട് കാണാം. അതേപോലെ ഹ്യൂമിഡിറ്റി കൂടിയ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടിയ പറഞ്ഞാൽ അർത്ഥം വാട്ടർ വേപ്പർ കൂടുകയാണ്. വാട്ടർ വേപ്പർ കൂടിയ സമയത്ത് അതിൻ്റെ ഡെൻസിറ്റി കുറയും. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത് വാട്ടർ വേപ്പറിൻ്റെ വാല്യൂ ആണ് കൂടുന്നത്. അതിൻ്റെ വാല്യൂ ക്വാണ്ടിറ്റി കൂടും. വാട്ടർ വേപ്പറിൻ്റെ വാല്യൂ കൂടുമ്പോൾ ഡെൻസിറ്റിയുടെ വാല്യൂ കുറയും. ഓക്കെ, ഡെൻസിറ്റി കുറയാ പറഞ്ഞാൽ അർത്ഥം നമുക്കറിയാം P = H/ρg ആണ് അല്ലേ. ഡെൻസിറ്റി കുറയുന്ന സമയത്ത് അവിടുത്തെ പ്രഷർ കുറയും. അതായത് ഹ്യൂമിഡിറ്റി എയർ ആണെങ്കിൽ അവിടെ ഡെൻസിറ്റി കുറയുന്ന ഫലമായിട്ട് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ വാല്യൂ കുറയും. അതായത് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ അർത്ഥം 76 സെൻറ്റിമീറ്റർ കോളത്തിലേക്ക് റൈസ് ചെയ്യുന്നതിന് ആവശ്യമായുള്ള പ്രഷർ നമുക്ക് കിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് മെർക്കുറി ലെവൽ താഴുന്നതായിട്ട് കാണാം. അപ്പോൾ ഹ്യൂമിഡ് എയറിൽ മെർക്കുറി ലെവലിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ മൗണ്ടൻ ഹൈറ്റിലൊക്കെ പോകുന്ന സമയത്ത്, പർവ്വതത്തിൻ്റെ മുകളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം മുകളിലേക്ക് പോകുന്നതോടെ ഡെൻസിറ്റി കുറയുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പ്രഷർ കുറയുന്നു. ആ സ്ഥലത്തും മെർക്കുറി ലെവലിൻ്റെ വാല്യൂ കുറയുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് മെർക്കുറി ബാരോമീറ്ററുമായി ബന്ധപ്പെട്ട അഡീഷണൽ ആയ ചില ഇൻഫർമേഷൻസ്. ഓക്കെ, ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ പുതിയ ടോപ്പിക്കുകളുമായിട്ട് വീണ്ടും കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.